ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജിയോയുടെ പുതുക്കിയ റീചാർജ് പ്ലാൻ പ്രകാരം നിലവിൽ അവർ കൊടുക്കുന്ന 1 GB 1.5 GB ഡേറ്റ പ്ലാനുകൾ എത്രയാണ്, അത് എങ്ങനെയാണ് നമുക്ക് വാലിഡിറ്റി വരുന്നത്, എത്ര ദിവസത്തേക്കാണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ പുതുക്കിയ പ്ലാൻ പ്രകാരം നിലവിലുള്ള പ്ലാനുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏത് നിമിഷവും ഒരു പ്ലാന് പിൻവലിക്കാം, അതുപോലെ പുതിയ പ്ലാനുകൾ ആഡ് ചെയ്യാം. അപ്പോൾ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കിയിട്ട് റീചാർജ് ചെയ്യുക. അപ്പോൾ നിലവിൽ എന്തായാലും ഈ പ്ലാനുകൾ ഉള്ളതാണ്. നിങ്ങളൊരു ജിയോ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്ലാനാണ് നിങ്ങൾ ചൂസ് ചെയ്ത് റീചാർജ് ചെയ്ത് ഇരുന്നത് നേരത്തെ, ഇപ്പോഴും ആ റീചാർജ് പ്ലാൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അതോ ഇനി നിങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ 11 പ്ലാനുകളാണുള്ളത്. 1.5 GB ഡേറ്റ, അതുപോലെ 1 GB രണ്ട് പ്ലാനുകൾ എടുത്താൽ ടോട്ടൽ 11 പ്ലാനുകളാണുള്ളത്. അപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ പുതുക്കിയ ജിയോയുടെ പ്ലാൻ പ്രകാരം നിലവിൽ 1 GB 2 പ്ലാനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ചിലപ്പോൾ കൂടുതൽ പ്ലാനുകൾ അവർ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിലവിലുള്ള പ്ലാനുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം 209 പ്ലാനാണ് അതിൽ ആദ്യത്തെ പ്ലാൻ വരുന്നത്. ഇതിനകത്തിൽ 22 ദിവസത്തേക്ക് ടോട്ടൽ 22 GB ഡേറ്റ, അതായത് ഡെയിലി 1 GB വെച്ചിട്ടാണ്. വോയിസ് കോൾ അൺലിമിറ്റഡ്, അതുപോലെ 100 SMS പെർ ഡേ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു പ്ലാനും കൂടി ഉണ്ട്. ആ പ്ലാനാണ് 249 പ്ലാന്. ഈ പ്ലാന് 28 ദിവസത്തെ കാലാവധിയാണ്. 1 GB ഡെയിലി കിട്ടുന്നുണ്ട്. ഇതിന് 100 SMS പെർ ഡേ, വോയിസ് കോൾ അൺലിമിറ്റഡ്, ടോട്ടൽ 28 GB ഡേറ്റ കിട്ടുന്നുണ്ട്. ഈ രണ്ട് പ്ലാനുകളാണ് 1 GB നിലവിൽ പുതുക്കിയ ജിയോയുടെ പ്ലാൻ പ്രകാരം അവർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഡെയിലി 1.5 GB കിട്ടുന്ന പ്ലാൻ നമുക്ക് ഓരോന്നായി നോക്കാം. 1.5 GB പ്ലാൻ എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ പ്ലാനാണ് 199 രൂപയുടെ പ്ലാന്. ഈ ഒരു പ്ലാൻ്റെ വാലിഡിറ്റി 18 ദിവസമാണ്. 27 GB ഡേറ്റ, 1.5 GB വെച്ച് ഡെയിലി, കോൾ അൺലിമിറ്റഡ്, അതുപോലെ തന്നെ 100 SMS പെർ ഡേ ഉണ്ട്. ഇതിൻ്റെ വാലിഡിറ്റി നമുക്ക് 18 ദിവസമേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് നഷ്ടമായിരിക്കും ഇത് ചെയ്യുന്നത്. വേറെ പ്ലാൻ നമുക്ക് നോക്കാം. 239 239 റീചാർജ് ചെയ്താൽ 22 ദിവസത്തെ കാലാവധിയിൽ നമുക്ക് 1.5 GB ഡെയിലി കിട്ടും. അതുപോലെ വോയിസ് കോൾ അൺലിമിറ്റഡ്, 100 SMS പെർ ഡേ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പ്ലാൻ വരുന്നത് 299 ആണ്. 299 പ്ലാൻ റീചാർജ് ചെയ്താൽ 28 ദിവസത്തെ കാലാവധി, ടോട്ടൽ 42 GB ഡേറ്റ, ഡെയിലി 1 GB വെച്ചിട്ടാണ് 1.5 GB വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇതിനകത്തിൽ വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ്, 100 SMS പെർ ഡേ ഉണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പ്ലാനാണ് 319 രൂപയുടെ പ്ലാന്. ഈ ഒരു പ്ലാന് വാലിഡിറ്റി വരുന്നത് 30 ദിവസത്തേക്കാണ്. അതായത് ഇതിനകത്തിൽ അവർ കൊടുത്തേക്കുന്നത് പായ്ക്ക് വാലിഡിറ്റി കലണ്ടർ മന്ത്. അതായത് നമ്മൾ ഇപ്പം സാധാരണ വാലിഡിറ്റി എല്ലാ പ്ലാനും കൊടുക്കുന്നത് 28 ദിവസത്തേക്കാണ്. ഇതിനകത്തിൽ കലണ്ടർ മന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന ആ ദിവസം മുതൽ 30 ദിവസത്തേക്ക്. ഒരു കലണ്ടർ മന്ത് എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കലണ്ടർ മന്ത് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 319 റീചാർജ് ചെയ്താൽ 1.5 GB വെച്ച് ഡെയിലി കിട്ടും. അൺലിമിറ്റഡ് കോള്, വോയിസ് കോള്, അതുപോലെ SMS എല്ലാം കിട്ടുന്നുണ്ട്. ഇതിനകത്തിൽ ഒരു മാസം 30 ദിവസം നമുക്ക് അഡീഷണൽ തികച്ചും കിട്ടുന്നുണ്ട്. അതായത് മറ്റുള്ള പ്ലാനുകളെ അപേക്ഷിച്ച് നോക്കിയാൽ 2 ദിവസം കൂടെ കൂടുതൽ കിട്ടും, അതേ ഉള്ളൂ. അടുത്ത പ്ലാൻ വരുന്നത് 329 പ്ലാനാണ്. 329 പ്ലാൻ എടുത്താൽ ഇവരവർ കൊടുത്തിട്ടുണ്ട് ജിയോ സാവൻ പ്രോ ഇൻക്ലൂഡഡ്. ജിയോ സാവൻ എന്ന് പറഞ്ഞ മ്യൂസിക്കിൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ പ്രോ വേർഷന് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വാലിഡിറ്റി 28 ദിവസത്തേക്കാണ്. ടോട്ടൽ നമുക്ക് 42 GB ഡേറ്റ, അതായത് ഡെയിലി 1.5 GB വെച്ചിട്ട് തന്നെയാണ്. വോയിസ് കോൾ അൺലിമിറ്റഡ്, 100 SMS പെർ ഡേ ഉണ്ട്. അടുത്ത പ്ലാനാണ് 579 രൂപയുടെ പ്ലാന്. ഈ പ്ലാൻ്റെ വാലിഡിറ്റി 56 ദിവസമാണ്. 84 GB ഡേറ്റ ടോട്ടൽ കിട്ടുന്നുണ്ട്. ഹൈ സ്പീഡ് ഡേറ്റ കഴിഞ്ഞാൽ നമുക്കിപ്പം ഡെയിലി 1.5 GB ഡേറ്റ ഹൈ സ്പീഡ് ഡേറ്റ കഴിഞ്ഞാൽ അവർ പറയുന്നത് 4 kbps ആണ് സ്പീഡ് പറയുന്നത്. അത് വലിയ നോക്കണ്ട, കാരണം ഡെയിലി കോട്ട കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ സ്പീഡൊന്നും പ്രതീക്ഷിക്കേണ്ട. പണ്ട് ജിയോ ആണെങ്കിൽ ഫ്രീ കൊടുത്ത സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡേറ്റ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കഴിഞ്ഞ അടുത്ത സമയം വരെയും ഡേറ്റ സ്പീഡ് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊക്കെയുള്ള ഡേറ്റ ചെറിയ രീതിയിൽ അത്യാവശ്യം സ്പീഡ് കിട്ടുമായിരുന്നു. ഇപ്പം ജിയോ യൂസർ കൂടിയതുകൊണ്ടാണോ അവരിനി സ്പീഡ് കുറച്ചിട്ട് ഉള്ളതുകൊണ്ടാണോ എന്താ അറിയത്തില്ല, ജിയോയുടെ സ്പീഡ് വളരെയധികം കുറവാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്താൽ ഡെയിലി 1.5 GB ഉണ്ട്, അൺലിമിറ്റഡ് കോള്, 56 ദിവസത്തെ കാലാവധി ഉണ്ട്. അടുത്ത പ്ലാനാണ് 666 രൂപയുടെ പ്ലാൻ. ഈ പ്ലാൻ 7 ദിവസത്തെ കാലാവധിയാണ്.
ഡെയിലി 1.5 GB വെച്ചിട്ടാണ് വോയിസ് കോൾ അൺലിമിറ്റഡ്, SMS 100 SMS പെർ ഡേ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത പ്ലാനാണ് 799. ഈ പ്ലാൻ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് മിക്കവാറും 84 ദിവസത്തെ പ്ലാൻ ആൾക്കാർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലാഭമുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ ഒരു ട്രെൻഡിങ് പ്ലാനായിട്ട് കൊടുത്തേക്കുന്നത്. അത് നേരത്തെ ചാർജ് കുറയുമ്പോഴാണ് ഈ ഒരു ചാർജ് കുറഞ്ഞ് റീചാർജ് ചെയ്ത ആ ഒരു സമയത്താണ് ഈ ഒരു പ്ലാൻ ട്രെൻഡിങ്ങിൽ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്ലാൻ ആൾക്കാർ ചൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ജിയോയിൽ നിന്ന് BSNL പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 799 പ്ലാൻ പ്രകാരം 84 ദിവസത്തെ കാലാവധിയിൽ 1.5 GB ഡെയിലി ഡേറ്റ, വോയിസ് കോളും അതുപോലെ SMS നമുക്ക് 100 SMS പെർ ഡേ ഉണ്ട്. ബാക്കി വരുന്നത് പിന്നെ 889 ആണ്. ഇതിനകത്തിലും Jio 7 Pro ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ 84 ദിവസത്തെ കാലാവധി, ഡെയിലി 1.5 GB ഡേറ്റ, വോയിസ് കോൾ അൺലിമിറ്റഡ്, SMS 100 SMS പെർ ഡേ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് 1 GB 2 പ്ലാനും അതുപോലെ തന്നെ നമുക്ക് 1.5 GB ഒരു 9 പ്ലാനുമാണ് പിന്നെ ജിയോയുടെ പുതിയതായിട്ട് വന്ന പ്ലാൻ പ്രകാരം നമുക്ക് നിലവിൽ ഉള്ളത്. ഇനി ചിലപ്പോൾ അവർ ഇതിലേതെങ്കിലും പ്ലാൻ ചിലപ്പോൾ അവർ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പ്ലാനിൻ്റെ വാലിഡിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനോ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കാനോ ചെയ്യാനോ ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതിലേതെങ്കിലും ഒരു പ്ലാൻ 1-2 പ്ലാൻ മാറ്റിയിട്ട് പകരം പുതിയ വാലിഡിറ്റിയിൽ പുതിയ എമൗണ്ടിൽ പുതിയ പ്ലാൻ ആഡ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. കാരണം പുതിയ പുതിയ പ്ലാനുകൾ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.